അധിനിവേശത്തിൽ നിന്നും നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നവഭാരത് സൃഷ്ടിക്ക് അടിത്തറ പാകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി ജനങ്ങളുടെ കോടതിയിൽ വല്ലാത്ത തിരിച്ചടി നേടി. ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം 5 സംസ്ഥാനങ്ങളിൽ നടന്ന മിനി പൊതു തിരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തപ്പെടാവുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. എങ്കിലും ഇപ്പോഴും ഈ സ്ഥലങ്ങളിലെല്ലാം സ്വന്തമായി കുറെ സീറ്റുകളെങ്കിലും പിടിക്കുവാൻ സാധിച്ച ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. എങ്കിലും കോൺഗ്രസിൽ നിന്നാൽ ഭാവിയുണ്ട് എന്ന് കരുതാൻ വയ്യാത്ത സാഹചര്യവുമുണ്ട്. ഒരു ദേശീയ ബദൽ എന്ന് ചിന്തിക്കുവാൻ പോലും ഇപ്പോഴും മറ്റൊരു ദേശീയ പാർട്ടി ഭാരതത്തിലില്ല എന്നും തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പുതിയ നേതൃത്വത്തിന് കടന്നു വരാൻ അവസരമുണ്ടാകുമോ? ഇപ്പോഴത്തെ നേതാക്കളും ഉപദേശകരും മാറി നിന്ന പുതിയ നേതൃത്വത്തിന് പിന്തുണയും കരുത്തും പകരുമോ? പതിവ് പോലെ തോൽവിയെക്കുറിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് വാങ്ങി മൂലയ്ക്ക് വെച്ച് മുൻപോട്ട് പോയാൽ ഇപ്പോൾ കൈവശമുള്ള 2 സംസ്ഥാനങ്ങളും കൈമോശം വരുന്ന ദിവസം അകലെയല്ല. ആര് നേതൃത്വത്തിൽ വന്നാലും എന്തിന് കോൺഗ്രസിന് ഞാൻ വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പഴയ മുദ്രാവാക്യങ്ങൾ പോരാ, പുത്തൻ മുദ്രാവാക്യങ്ങൾ വേണം. അവ നടപ്പാക്കാനുള്ള ആത്മാർത്ഥത വേണം. ജനക്ഷേമ പരിപാടികൾ മാത്രം പോരാ, അതിന്റെ ഫലം കിട്ടുവാൻ ജനങ്ങളെ സഹായിക്കുന്ന പാർട്ടി സംവിധാനം വേണം. നാടിന്റെ വികസനത്തിന് പുത്തൻ ദർശനങ്ങൾ വേണം. ഇത്രയും കാലം പറഞ്ഞ പല മുദ്രാവാക്യങ്ങളിലും ജനങ്ങൾക്ക് വല്ലാത്ത സംശയമുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും മതേതരത്വം പോലുള്ള മുദ്രാവാക്യങ്ങളിൽ. അതിന്റെ മറവിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തിയ പ്രീണനങ്ങൾ ജനം തിരിച്ചറിയുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള പ്രയാണത്തിൽ നവഭാരത സൃഷ്ടി എന്ന മുദ്രാവാക്യം കൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തിയ പാർട്ടിക്ക് അത്തരം ഒഴുക്കൻ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ജനങ്ങളെ കൂടെ നിർത്താൻ പറ്റാതെ വന്നിരിക്കുന്നു. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ മാത്രമായി കോൺഗ്രസിന്. ന്യൂനപക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പഠിക്കുവാൻ കോൺഗ്രസ് നിയോഗിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുസ്ലിമുകൾക്ക് മാത്രം സഹായം കൊടുക്കുന്നതിനെ കുറിച്ചായി. കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന പി ചിദംബരത്തെ പോലുള്ളവർ എടുത്ത ദേശവിരുദ്ധമായ തീരുമാനങ്ങൾക്ക് പിന്നിൽ മറ്റു സമുദായങ്ങൾക്ക് വല്ലാത്ത അമർഷമായി. അതിൽ ഹിന്ദു സമൂഹത്തിന്റെ അമർഷം BJP ശരിക്കും മുതലാക്കി. മറ്റു സമുദായങ്ങളെ തങ്ങൾ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ പോലും വൈകി. കേരളത്തിലെ ഒരു ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുമായി ഒരു ബന്ധവുമില്ലാത്ത പി ചിദംബരം അതിനെതിരെ പ്രതികരണവുമായി വന്നത് എന്തിന് എന്ന് പോലും പലരും സംശയിച്ചു പോയി. എന്നാൽ അടുത്ത കാലത്ത് സർക്കാർ നിരോധിച്ച മുസ്ലിം തീവ്രമുഖത്തിന്റെ ചാനലായ മീഡിയ വണ്ണിന് അനുമതി കൊടുത്തത് ചിദംബരമായിരുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ നാർക്കോട്ടിക് ജിഹാദിനെതിരെ ചിദംബരം പ്രതികരിച്ചത് എന്തുകൊണ്ടായിരുന്നുവെന്ന് മാലോകർക്ക് പിടികിട്ടി. മതേതരത്വം എന്നാൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രീണിപ്പിക്കുകയല്ല, അവർക്ക് കിട്ടുന്ന അന്യായങ്ങളെ ന്യായീകരിക്കുകയുമല്ല. അധികാരത്തിന്റെ ഗർവ് തലയ്ക്ക് പിടിച്ച കാലത്ത് ഓരോ സമയത്ത് പാർട്ടി വിട്ടവരെല്ലാം അവർ എന്തുകൊണ്ട് പോയി എന്ന് കണ്ടെത്തണം. ഒരിക്കൽ കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധിച്ച പലരെയും അപമാനിച്ചാണ് പുറത്തുവിട്ടത്. ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ചിലരെ ബലി കൊടുത്തു. സംഘടനാ തിരഞ്ഞെടുപ്പ് ഇല്ലാതെയായി. മുകളിലുള്ളവരുടെ പെട്ടിതൂക്കി നടക്കുന്നവർക്ക് മാത്രമായി പദവികൾ. സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ പുറത്തു പോകുന്നവർക്ക് അന്തസ്സുള്ള തോൽവി എന്ന അഭിമാനമുണ്ടായിരുന്നു. പാർട്ടി വിട്ട് പുറത്തു പോയവരും പുറത്താക്കപ്പെട്ടവരും പുത്തൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി ജനപിന്തുണ നേടിയാൽ തിരിച്ചു കിട്ടാനാവാത്ത വിധം അകലുകയാകും ഫലം. ഇനി മമതയെ തിരിച്ചു കിട്ടുമോ? ജഗനെ തിരിച്ചു കിട്ടുമോ? ആന്ധ്രയിലെ ഹൈക്കമാൻഡ് തീരുമാനങ്ങളിൽ കലാപക്കൊടി ഉയർത്തിയ ജഗനെ ഉപദേശിക്കണമെന്ന ആവശ്യവുമായി സാക്ഷാൽ സോണിയാഗാന്ധി ജഗന്റെ അമ്മ വിജയമ്മയെ ഡൽഹിക്ക് വിളിച്ചപ്പോൾ അവർ ഒരവസരത്തിൽ സോണിയാഗാന്ധിയോട് ചോദിച്ചു, രാഹുൽ ഗാന്ധി പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദറിനെ പോലെ അപമാനിച്ച് പുറത്താക്കപ്പെട്ടവർ പാർട്ടിയുടെ കരുത്ത് ചോർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം വേണം. പാർട്ടിയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ എത്തിച്ച വയനാട് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിലെ പാർട്ടിയുടെ കരുത്തരായ നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വല്ലാതെ അപമാനിതരായല്ലേ മാറി നിൽക്കുന്നത്.
ഇന്ദിരയുടെ കാലത്തായിരുന്നുവെങ്കിൽ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നവർക്ക് ദേശീയ തലത്തിൽ അംഗീകാരം കൊടുത്ത് കൂടെ നിർത്തുമായിരുന്നു. അനുനയ നീക്കങ്ങൾ ഹൈക്കമാൻഡിൽ നിന്ന് നടത്തുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപമാനിതരായി അവർ തുടരുന്നു. എന്നുവരെ ഒരു മരവും വീഴുന്നത് അവസാനത്തെ ഒരു വെട്ടുകൊണ്ടല്ല. ആദ്യത്തെ വെട്ടുകളൊക്കെ നേരിട്ട് പിടിച്ചു നിൽക്കാനാകുമ്പോൾ കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിച്ച് കൂടുതൽ കൂടുതൽ വെട്ടുകൾ വാങ്ങാൻ ഇടയാക്കിയാൽ പതനം ഉറപ്പാകും. അതല്ലേ കോൺഗ്രസിന് സംഭവിക്കുന്നത്? കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്ന ഒരു കാലത്തെ നേതാക്കന്മാർ സംഘടനാ തിരഞ്ഞെടുപ്പിൽ തോറ്റ എതിരാളികൾക്കും പദവികൾ നൽകി. 1992 കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടന്ന KPCC തിരഞ്ഞെടുപ്പിൽ ആന്റണി വിഭാഗം പൊരുതി തോറ്റു. അവരുടെ വിഭാഗത്തിലെ നേതാവായിരുന്ന വയലാർ രവിയാണ് ആന്റണിയെ തോൽപ്പിച്ചത്. എന്നിട്ടും മറ്റു പദവികൾ വിഭജിച്ചപ്പോൾ ആന്റണിക്കും ഗ്രൂപ്പുകാർക്കും ഏറെ പദവികൾ കരുണാകരൻ കൊടുത്തിരുന്നു. പക്ഷെ ഇക്കാലത്ത് അതല്ല സ്ഥിതി. പോയവർ പോട്ടെ, ഞങ്ങൾ ഭരിക്കുമെന്നാണ് സമീപനം. ഇത്തരം സമീപനങ്ങളാണ് കോൺഗ്രസിനെ ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. BJP ചോദ്യം ചെയ്യപ്പെടാനാകാത്ത രാഷ്ട്രീയ ശക്തിയായി വീണ്ടും തെളിയിക്കപ്പെട്ടു. ഉത്തർപ്രദേശ് പിടിക്കുന്നവൻ ഇന്ത്യ ഭരിക്കും എന്ന ചൊല്ലനുസരിച്ചാണെങ്കിൽ 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തന്നെ ഇന്ത്യ ഭരിക്കും എന്ന് കരുതാനാണ് എല്ലാ ന്യായവും. പക്ഷെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി 2ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട യോഗി ആദിത്യനാഥ് ആകുമോ അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യവും ഒപ്പമുയരുന്നു എന്നത് BJPയിലും തലവേദന ഉണ്ടാക്കുന്നതാണ്. ആ തലവേദനയ്ക്ക് ഒരു പ്രത്യാശയുണ്ട്. മോദി ഇല്ലെങ്കിലും ഇവിടെ പ്രധാനമന്ത്രിയാകാൻ ജനങ്ങളുടെ പിന്തുണ നേടാനറിയാവുന്ന ഒരു നേതാവുണ്ട് എന്ന പ്രത്യാശ. കോൺഗ്രസിലാകട്ടെ നെഹ്റു കുടുംബ വാഴ്ചയും. നെഹ്റു കുടുംബ വാഴ്ച അനിവാര്യമായ ബാധ്യതയായി കോൺഗ്രസിന് മാറി. അല്ലാതെ ഒരു നേതാവിനെ അവർക്ക് വിഭാവനം ചെയ്യാനില്ല. സംഘടനാ തിരഞ്ഞെടുപ്പുകളിലൂടെ മത്സരിച്ച മുകളിലെത്തിയവർ അവർക്കിടയിൽ തീരെ ഇല്ലാതായി. അതാണ് വിഷയം. പണ്ട് നെഹ്റുവിനെ ചോദ്യം ചെയ്യാൻ നേതാജിയും പട്ടേലും രാജാജിയും ഉണ്ടായിരുന്നു. ഒരാൾ മാറിയാൽ അതിലും കേമനായ അപരൻ നേതാവാകാൻ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യമെല്ലാം ഇന്ദിരയുടെ കാലം മുതൽ നശിച്ചു. നെഹ്റു കുടുംബത്തിനപ്പുറം ഉന്നത പദവികൾ വഹിക്കുവാൻ പ്രാപ്തരായ ആരുമില്ലെന്ന ദുര്യോഗത്തിലായി പാർട്ടി. രാജീവിന്റെ അകാല മരണത്തെ തുടർന്ന് സംഭവിച്ചതിനെല്ലാം ജനം സാക്ഷി. അവസാനം സോണിയ വന്നപ്പോഴാണ് എല്ലാം ശാന്തമായത്. എല്ലാ കാര്യവും എത്ര ചർച്ച നടത്തിയാലും അവസാനം ആ അമ്മയും മക്കളും കൂടി തീരുമാനിക്കുവാൻ വിട്ടുകൊടുക്കും. നെഹ്റുവിനോടൊപ്പം രാഷ്ട്രീയം പഠിച്ച അതിലെ കളികൾ അറിയാവുന്ന ഇന്ദിരയുടെ വൈഭവമൊന്നും സോണിയയ്ക്കില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഗൂഢലക്ഷ്യങ്ങളുള്ള ഏതാനും ഉപദേശകർ പറയുന്നത് കേട്ട് അവർ തീരുമാനങ്ങൾ എടുക്കും. അവരുടെ തീരുമാനങ്ങൾ മിക്കവാറും പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കും. തിരിച്ചടി വന്നു കഴിയുമ്പോൾ ഉപദേശകരല്ലല്ലോ കുറ്റവിചാരണ നേരിടുക, ഭാരവാഹികളല്ലേ. ഉപദേശകർ അവർക്ക് സംരക്ഷണ കവചമുണ്ടാക്കും. അങ്ങനെ ഉപദേശകരെല്ലാം വീണ്ടും തുടരും. അവർക്കിഷ്ടമില്ലാത്തവരെ പല വിധത്തിൽ പുറത്താക്കും, ഒതുക്കും. നെഹ്റു കുടുംബത്തിലെ പിന്മുറക്കാർ എന്ന നിലയിൽ രാഹുലും പ്രിയങ്കയും കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ വൈഭവം പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രീതികൾ പലതും ജനങ്ങൾക്ക് പിടിക്കാത്തതാണ്. രാജ്യത്ത് പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ രാഹുൽ വിദേശത്തേക്ക് മുങ്ങും. കോൺഗ്രസിന്റെ പ്രഭാത നക്ഷത്രം എന്ന് വാഴ്ത്തപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി നേരിട്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത 404 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ജയിച്ചു കയറിയ കോൺഗ്രസുകാരുടെ സഖ്യം 2 അക്കത്തിൽ പോലും എത്തിയില്ല. കോൺഗ്രസ് തട്ടകമായ റായ്ബേലിയിലും അമേഠിയിലുമെല്ലാം BJP ജയിച്ചു. എങ്കിലും UPയിൽ തന്നെ നിൽക്കാനുള്ള പ്രിയങ്കയുടെ തീരുമാനം പ്രത്യാശ പകരുന്നതാണ്. ജനങ്ങളുടെ വിഷയങ്ങളുമായി ഒന്നുചേർന്ന് മുന്നേറിയാൽ മാറ്റങ്ങൾ വന്നുകൂടുന്നില്ല. കോൺഗ്രസുമായി കൂട്ടുകൂടിയതുകൊണ്ടായിരുന്നു 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ തോറ്റത് എന്ന് കരുതിയ സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇക്കുറി എന്താകും ന്യായം പറയുക എന്നറിയില്ല. ബീഹാർ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കൊടുത്തത് കൊണ്ടാണ് പാർട്ടി പരാജയപ്പെട്ടത് എന്ന് കരുതുന്ന രാഷ്ട്രീയ ജനതാദളും തേജസ്വി യാദവും ഇനി ആ വായ്ത്താരി മുഴക്കാനിടയില്ല. ദേശീയ ബദൽ ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിനാകും സാധിക്കുക എന്ന് ജനങ്ങൾ മനസ്സിലാക്കി വരും.
അതിന് ജനങ്ങളെ ചേർത്ത് നിർത്താൻ പറ്റിയ നേതാക്കൾ കോൺഗ്രസിലുണ്ടാവണം. എല്ലാവരും പദവികൾ നോക്കി വരുന്നവരാണ്. ഒരിക്കൽ പദവിയിലെത്തിയാൽ മരിക്കാതെ മാറില്ല എന്ന സ്ഥിതി മാറണം. യുവതലമുറയ്ക്ക് പ്രത്യാശയുണ്ടാകണം. 5 വട്ടം രാജ്യസഭാംഗമായ AK ആന്റണി അടക്കമുള്ളവർ കാണിച്ചത് ദുർമാതൃകയാണ്. അതെല്ലാമാണ് പാർട്ടിയെ നശിപ്പിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അട്ടിമറി നേതൃമാറ്റം നടത്തി പുത്തൻ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിച്ച പഞ്ചാബിൽ പാർട്ടി ദയനീയമായി തോറ്റു. രാജീവിന്റെയും സോണിയയുടെയും പ്രണയകാലം തൊട്ടുള്ള സുഹൃത്തായിട്ടും ക്യാപ്റ്റനെ കുട്ടികൾ തെറിപ്പിച്ചു. രാഹുലിന് സ്വന്തം ടീം വേണം പോലും. ഏതായാലും അതിന്റെ ഫലം കിട്ടി. കോൺഗ്രസും തോറ്റു, ക്യാപ്റ്റനും വീണു. കേരളത്തിലെ തന്നെ ഒരു ഉദാഹരണം എടുക്കുക. കേരളത്തിലെ കോൺഗ്രസ് ശക്തമായ മുന്നണിയോടെ നല്ല ഭരണം നടത്തുന്ന കാലം. ഇവിടുത്തെ കോൺഗ്രസിലുള്ള ശക്തമായ 2 ഗ്രൂപ്പുകളും ചേർന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അക്കാലത്തെ സ്പീക്കർ G കാർത്തികേയന്റെ പേര് നിർദ്ദേശിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ സമകാലീന ചരിത്രത്തിലെ അസാധാരണമായ സംഭവമായിരുന്നു അത്. പക്ഷേ സോണിയ തീരുമാനിച്ചത് VM സുധീരനെ, കൂട്ടായി VD സതീശനെയും നിയമിച്ചു. ഭയങ്കര ആദർശവാദികൾ. തങ്ങളുടെ ഇമേജും പദവികളും ഒഴികെ ഒന്നും അവർക്ക് വിഷയമല്ല. അവരുടെ കളിയിൽ തുടർ ഭരണം കിട്ടാതെ കോൺഗ്രസ് പുറത്തായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരൻ നടത്തിയ ശക്തമായ ഇടപെടൽ മൂലം ഉമ്മൻചാണ്ടിക്ക് പലവട്ടം പിന്മാറ്റ ഭീഷണി പോലും മുഴക്കേണ്ടി വന്നു. അഴിമതിക്കാർ എന്ന് സ്വന്തം പാർട്ടി അധ്യക്ഷൻ പരസ്യമായി ആരോപിക്കുന്ന ചിലർക്ക് അവസാനം സീറ്റ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാക്കിയവരിൽ അടൂർ പ്രകാശ് ജയിച്ചു. K ബാബു തോറ്റു. 5 വർഷം കഴിഞ്ഞപ്പോൾ ആ ബാബു തോറ്റ മണ്ഡലം തിരിച്ചു പിടിച്ചു. അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് പോയതോടെ അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം ഇടതുപക്ഷം നേടി. ഇടതുമുന്നണിയോടും ഭാരതീയ ജനതാ പാർട്ടിയോടും പടവെട്ടി കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടത് ബംഗാളിലെ മമതാ ബാനർജിയെ പോലെ ഒരു നേതാവും അദ്ദേഹത്തെ അനുസരിക്കുന്ന അനുയായികളുമാണ്. ഇന്നത്തെ പോലെ തമ്മിൽ തല്ലുന്നവരും ഇന്ത്യൻ ഞണ്ടുകളെ പോലെ ഉയർന്നു വരുന്നവനെ വലിച്ച് താഴെ ഇടുന്നവരുമായ നേതാക്കന്മാരടങ്ങിയ പുത്തൻ യാദവ കുലത്തിന് ഒരിക്കലും ജനങ്ങളുടെ വിശ്വാസം നേടാനോ ഘടകകക്ഷികളെ കൂടെ നിർത്താനോ സാധിക്കാതെ വരും. കോൺഗ്രസിലെ സൈബർ പോരാളികളുടെ ആക്രമണങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനോ BJPക്കോ എതിരല്ല, സ്വന്തം നേതാക്കൾക്കെതിരെയാണ്. പോരാട്ടത്തിൽ ജയിക്കുന്നതിന് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്നത് പോലെ എതിരാളികളുടെ ശക്തി ചോർത്തുന്നതും പ്രധാനമാണ്. വിവേകികളായ നേതാക്കൾ അത് മനസ്സിലാക്കി നീക്കങ്ങൾ നടത്തും. ഇന്ന് കേരളത്തിൽ ഇടതു മുന്നണിയാണ് കൃത്യമായ തന്ത്രങ്ങളിലൂടെ എതിരാളികളുടെ ശക്തി ചോർത്തുകയും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാണിക്കാരെ കൂടെ കൂട്ടിയതും ഇപ്പോൾ ജനാധിപത്യ മുന്നണിയിലെ 2ാം കക്ഷിയായ ലീഗിനെ വലവീശുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇത്തരം തന്ത്രങ്ങൾ കോൺഗ്രസ് മുമ്പും കേരളത്തിൽ ഫലപ്രദമായി കളിച്ച് വിജയം വരിച്ചതാണ്. 1970 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് മുന്നണി 1972 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേരള കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കിയതും അവർക്ക് 3 സീറ്റ് കൊടുത്തതും ഇന്ദിരാഗാന്ധിയുടെ വൈഭവത്തിന്റെ തെളിവായിരുന്നു. 1977 അടിയന്തരാവസ്ഥയെ തുടർന്ന് കോൺഗ്രസ് പിളർന്നപ്പോൾ കേരളത്തിലെ ഇന്ദിരാ കോൺഗ്രസിനെ ആർക്കും വേണ്ടായിരുന്നു. 1980 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മുന്നണിയിൽ മറ്റാർക്കും വേണ്ടാത്തവരോ മറ്റെങ്ങും പോകാൻ ആകാത്തവരോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്തെ വൈറലായ മുന്നണി ഇടതുപക്ഷമായിരുന്നു. അവർ പുറത്താക്കിയ ജനതാ പാർട്ടി, അവർക്ക് കൂട്ടാനാകാത്ത NDP എന്ന നായർ സൊസൈറ്റി പാർട്ടി, SRP എന്ന SNDPക്കാരുടെ പാർട്ടി, ജോസഫ് ഗ്രൂപ്പ്, യൂണിയൻ ലീഗ് എന്നിവരായിരുന്നു കൂട്ടുകാർ. ഇടതുമുന്നണി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. നായനാർ മുഖ്യമന്ത്രിയായി. ഈ അവസ്ഥയിൽ നിന്നും ഇന്ദിരാ കോൺഗ്രസിനെ K കരുണാകരൻ രക്ഷിച്ചത് ഇടതുമുന്നണിയെ പിളർത്തിയാണ്. ആന്റണിയുടെ കോൺഗ്രസിനെയും മാണിയുടെ കേരളയും പുറത്തു ചാടിച്ച് കൂടെ കൂട്ടി. അത്തരത്തിൽ ശക്തവും തന്ത്രപരവുമായ തീരുമാനങ്ങൾ എടുക്കുവാനും നീക്കങ്ങൾ നടത്തുവാനും കഴിയുന്ന ഒരു നേതാവാണ് കോൺഗ്രസിന് വേണ്ടത്. അന്ന് കരുണാകരൻ എല്ലാ സമ്മർദ്ദ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തി, കേന്ദ്രഭരണം അടക്കം. ഇപ്പോൾ കോൺഗ്രസിന് ആ സഹായം കിട്ടില്ല. ഇന്നത്തെ ശൈലിയും മുന്നണിയുമായി വീണ്ടും മത്സരിക്കാനിറങ്ങിയാൽ വിജയിക്കുക ദുഷ്കരമാകും.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാണിക്കാരെ പുറത്താക്കിയത് ജനാധിപത്യ മുന്നണിക്ക് സംഭവിച്ച വലിയ അബദ്ധമായി. അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇടതുമുന്നണി അവർക്ക് ആ ഭയം കൊടുത്തു. അത് അവരുടെ രാഷ്ട്രീയ തന്ത്രം. ഒരിക്കൽ 22 സീറ്റ് വരെ വാഗ്ദാനം കിട്ടിയവരെ ഉപ്പും തവിടും കൊടുത്ത് കൂടെ കൂട്ടാനായതും ചെറിയ കാര്യമല്ല. മാണിയില്ലെങ്കിലും ഇടതുമുന്നണിക്ക് ജയിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഈ നീക്കം നടത്തിയതെന്നതും അവരുടെ തന്ത്രജ്ഞമായ അടയാളമാണ്. അതിലൂടെ ജനാധിപത്യ മുന്നണി കൂടുതൽ ദുർബലമായി എന്ന് CPM-ന് അഥവാ പിണറായിക്ക് ബോധ്യമായി. മാണിക്കാരുടെ ജനപിന്തുണയേക്കാൾ അവരുടെ കൂടെ നിൽക്കുന്ന സമുദായത്തിന്റെ ഇടതുപക്ഷത്തോടുള്ള വൈകാരികമായ എതിർപ്പ് ഇല്ലാതാക്കുന്നത് പ്രധാനമായിരുന്നു. ജനാധിപത്യ മുന്നണി വിട്ട വളരെ ദയനീയമായ സ്ഥിതിയിലായിരുന്ന മാണിക്കാരെ ഒരുവിധം മാന്യമായ വിധത്തിൽ കൂടെ കൂട്ടിയെന്ന് വരുത്താനുമായി. അവരുടെ മിക്കവാറും പരമ്പരാഗത സീറ്റുകൾക്കൊപ്പം CPM-ന്റെ ഷുവർ സീറ്റുകളായിരുന്ന പത്തനംതിട്ടയും ചാലക്കുടിയും കുറ്റ്യാടിയും പോലും കൊടുത്തു. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI-യുടെ എതിർപ്പ് നേരിട്ടുകൊണ്ടായിരുന്നു എല്ലാം. മാണിക്കാർക്ക് വളരെ വൈകാരികമായ ബന്ധമുള്ള ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ പാലാ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് കൊടുത്തത് പിണറായിക്ക് മാത്രം കഴിയുന്ന പ്രവൃത്തിയായി. സാക്ഷാൽ KM മാണിയുടെ മരണത്തെ തുടർന്ന് പാലാ പിടിച്ച കാപ്പനെ പിണക്കിയായിരുന്നു പിണറായിയുടെ തീരുമാനം. ശേഷം പാലായിൽ ജോസിനെ CPM കാലുവാരി തോൽപ്പിച്ചെന്ന ആരോപണത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചു. വോട്ട് ചോർച്ച അച്ചടക്ക നടപടിക്ക് മാത്രം വലുതല്ലെന്ന് പാർട്ടി കണ്ടെത്തുകയും ചെയ്തു. വഴക്കും വയ്യാവേലിയുമില്ലാത്ത ഇടതുമുന്നണിയിൽ അവർ സംതൃപ്തരായി കഴിയുന്നു. അവരെ പുറത്തു ചാടിച്ച് ഒപ്പം കൂട്ടാതെ ജനാധിപത്യ മുന്നണിക്ക് കേരളം തിരിച്ചു പിടിക്കുക എളുപ്പമാവില്ല. അപ്പോഴാണ് ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോൽവി ആ മാറ്റം വേഗത്തിലാക്കാം. ഫലത്തിൽ കേരളം 1967-ലെ ഇടതുമുന്നണിയുടെ നാളുകളിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിപ്പോകുന്നു. അന്ന് കോൺഗ്രസ് ഒഴികെ മിക്കവാറും കക്ഷികൾ ഇടതുപക്ഷത്തിനായിരുന്നു. കോൺഗ്രസും കേരള കോൺഗ്രസും മാത്രമായിരുന്നു എതിർചേരിയിൽ. ഇപ്പോൾ അവരുടെ ഒരു കഷ്ണവും ഇടതുണ്ട്. ഫലത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാകുവാൻ സാധ്യതയേറി. CPM-ലെ പ്രമുഖ നേതാക്കൾ ലീഗ് വരുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം പറയുന്നത് തന്നെ നീക്കങ്ങൾ നടക്കുന്നു എന്നതിന് തെളിവാണ്. പണ്ട് മാണി വരുന്ന കാര്യത്തിലും ഇത്തരത്തിലായിരുന്നല്ലോ വിഷയം അവതരിപ്പിക്കപ്പെട്ടത്. പിണറായിക്ക് ലീഗിലും വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ട് 10 വർഷമാകുന്നവർ. ലീഗില്ലെങ്കിലും ഇടതുമുന്നണി ശക്തമാണ്. പക്ഷെ പിണറായി ലീഗിനെയും ഇടത്തു കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം തീരുമാനിച്ചാൽ അതിനെ എതിർക്കാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കുവാനോ പോലുമോ ഒരു ഘടകകക്ഷിയും മുതിരില്ല. ഇടതുമുന്നണിയിൽ വന്നാൽ ലീഗിന് മന്ത്രിമാർ ഉണ്ടാകും. പക്ഷെ 5 കിട്ടില്ല. അവർക്ക് കോൺഗ്രസിനോട് കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കാനാകാതെ വരും. CPM-ന് വിധേയമായി പ്രവർത്തിക്കേണ്ടി വരും. ലീഗിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് സാധിച്ചു കിട്ടിയാൽ മുഖ്യമന്ത്രി കരുണാകരനായാലും പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും അവർക്ക് വിഷയമല്ല. കാറ്റുള്ളപ്പോൾ പാറ്റാൻ അറിയുന്നവരാണ് അവർ. അത് പിണറായിക്ക് കൃത്യമായി അറിയാം. ലീഗ് കൂടി ഇടതു ചെന്നാൽ CPI-യുടെ വിലപേശൽ ശക്തി കുറയും. പിണറായി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. പേരെടുക്കാമെന്ന വയറ്റാട്ടി ഇരട്ട പറ്റുമെന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിലെ സ്ഥിതികൾ. ഗ്രൂപ്പില്ലാതെ വന്ന പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം നടന്നോ എന്ന് മിന്നൽ പരിശോധന നടത്തേണ്ടി വന്നു KPCC അധ്യക്ഷന്. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കില്ല എന്ന് നാഴേക്ക് 40 വട്ടം സതീശൻ പറയാറുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കില്ല. എങ്കിൽ ഞാൻ രാജിവെക്കുമെന്നാണ് ഭീഷണി. അതും വേണ്ടെന്ന് പറയുന്നില്ല. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനു വേണ്ടി സതീശൻ ഗ്രൂപ്പുകളിൽ നടത്തുന്നു എന്ന ആക്ഷേപം തള്ളിക്കളയാൻ ആകാത്ത വിധം തെളിഞ്ഞു. ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ രമേശ് ഗ്രൂപ്പ് വിട്ട ശിവകുമാറും ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ച പാലോട് രവിയുമടക്കം 10 പേർ പങ്കെടുത്തതായി കൃത്യമായ വിവരമായി. അവർ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു പോലും. ഏതായാലും തന്നെ മറച്ച് കാര്യങ്ങൾ സതീശനും വേണുവും ചേർന്ന് നടത്തുന്നതായി സുധാകരന് മനസ്സിലായി. തന്നെ കൊണ്ട് നടത്തിച്ച ചില നിയമനങ്ങൾ പോലും ഗ്രൂപ്പ് താല്പര്യം നോക്കിയായിരുന്നു എന്ന് പോലും മനസ്സിലായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെൽ അധ്യക്ഷന്റെ നിയമനത്തിൽ വേണു തന്നെ കൃത്യമായി ഉപയോഗിച്ചതായി
അദ്ദേഹം മനസ്സിലാക്കിയതായാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. തന്നെ ഒഴിവാക്കി കരുക്കൾ നീക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെ KPCC അധ്യക്ഷൻ K സുധാകരൻ നിലപാടുകൾ കർശനമാക്കുകയാണ്. പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച വിശദമായ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം തയ്യാറാക്കിയ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കില്ല എന്ന് ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം സുധാകരനെ വല്ലാതെ ചൊടിപ്പിച്ചു. ലിസ്റ്റിലെ എംപിമാരിൽ നിന്നും പരാതി വാങ്ങിയാണ് വേണു ആ നടപടിയെടുത്തത്. വേണുവിനോട് ഒപ്പം നിൽക്കുന്ന TN പ്രതാപനും MK രാഘവനുമാണ് പരാതി കൊടുത്തത്. തങ്ങൾ പറയുന്നവർ ഭാരവാഹികളായില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാകും എന്നതാണ് അവരുടെ തടസ്സം. വേറെയും ചില എംപിമാർ പരാതി പറഞ്ഞെങ്കിലും രേഖാമൂലം കൊടുത്തില്ല. ഇവർ തന്നെയാകും അടുത്ത തവണയും മത്സരിക്കുക എന്ന് ആര് തീരുമാനിച്ചു എന്ന് സുധാകരൻ ചോദിച്ചതായാണ് അറിവ്. 3-4 തവണ മത്സരിച്ചവരാണ് പലരും. അവർക്ക് മത്സരിക്കുവാൻ വേണ്ടി പുനഃസംഘടന നടത്തണം പോലും. സംഘടന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പുനഃസംഘടന വേണ്ടെന്ന് പാർട്ടി ഹൈക്കമാൻഡിനോട് ഉമ്മൻചാണ്ടിയെയും രമേശിനെയും പോലുള്ള നേതാക്കൾ പറഞ്ഞിട്ട് സമ്മതിച്ചിരുന്നില്ല. പുനഃസംഘടന നടത്തും എന്ന് പ്രഖ്യാപിച്ച നേതൃത്വം 2 എംപിമാർ പരാതിപ്പെട്ടതോടെ എല്ലാം മരവിപ്പിച്ചത് സുധാകരനെ മാത്രമല്ല, രമേശിനെയും ഉമ്മൻചാണ്ടിയെയും എല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ട്. വേണു ഉദ്ദേശിച്ച എല്ലാവരും ലിസ്റ്റിൽ ഇല്ലാതെ പോയതാണ് വിഷയം എന്നാണ് കാരണമായി അവർ കണക്കുകൂട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ പക്കലുള്ള സ്വാധീനം ഉപയോഗിച്ച് വേണു ഇനിയും കളി തുടരുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് വിട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മോൻ അർജുനനെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ പദവി കൊടുക്കുവാൻ വേണു നോക്കിയെങ്കിലും ഇവിടുത്തെ യൂത്തന്മാരുടെ എതിർപ്പ് മൂലം നടക്കാതെ വന്നതോടെ ദേശീയ തലത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ നൽകി വേണു ശക്തി കാണിച്ചതുപോലെ പലതും. ഏതായാലും വേണുവിന്റെയും സതീശന്റെയും കളി രമേശ് വിഭാഗത്തെ കൂടുതൽ ശക്തമാക്കി. സുധാകരൻ രമേശ് ചെന്നിത്തലയോട് കൂടുതൽ അടുത്തു. രമേശും K മുരളീധരനും തമ്മിലുണ്ടായിരുന്ന പിണക്കങ്ങളും തീർത്തു. പഴയ I ഗ്രൂപ്പുകാരും പഴയ ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരും ഏതാണ്ട് ഒന്നിച്ച പൊതുശത്രുവിനെതിരെ നീങ്ങുന്ന ലക്ഷണമാണ് ഇപ്പോഴുള്ളത്. അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ശക്തമാക്കാനാണ് ഇട. അതുകൊണ്ട് തന്നെ അവർക്ക് സർക്കാരിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർത്താനാകാതെ വരുന്നു. ലോകായുക്ത നിയമ ഭേദഗതിക്കെതിരെ നിരാകരണ പ്രമേയം കൊണ്ടുവരുമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് പരാതിപ്പെട്ടു എന്ന മട്ടിൽ വന്ന വാർത്തകളെല്ലാം സൂചനകളാണ്. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഏത് ബില്ലിനുമെതിരെ നിരാകരണ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുവാൻ ഏത് അംഗത്തിനും അവകാശമുണ്ട്. പാർട്ടിയുടെയോ മുന്നണിയോടെയോ അനുവാദം ആരും ചോദിക്കാറില്ല. അതെല്ലാം ജനാധിപത്യ മുന്നണിയുടെ രീതിയാണ്. KM മാണിയും TM ജേക്കബും വർക്കല രാധാകൃഷ്ണനും KC ജോസഫുമെല്ലാം നിയമസഭയിൽ ഇത്തരം എത്രയോ പ്രമേയങ്ങളും നോട്ടീസും കൊടുത്തിരിക്കുന്നു. ചുരുക്കത്തിൽ അധികാരം തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്തപ്പോഴും കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ്. ഇത്തരം സാഹചര്യങ്ങളാണ് മമതയെ പോലെ ഒരു നേതാവിനുള്ള ആവശ്യം ശക്തമാക്കുന്നത്. ഷിലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.